ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വോട്ട് കഴിഞ്ഞപ്പോൾ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്ലാൻ ഇട്ട് നമ്മൾ നാലാൾക്കാർ പ്ലാൻ ഇട്ട് നമുക്ക് കടലുണ്ടി പാലത്തിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അങ്ങാടിയിലേക്ക് നടക്കുകയാണ്. എന്താ വെച്ചാൽ അങ്ങാടിയിലാണെങ്കിൽ ഓട്ടോറിക്ഷ കിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും മുന്നോട്ട് പോകാൻ കേട്ടോ ഗൈസ്, വണ്ടി വിളിക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബൈക്കിൽ കൂടെ പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് എല്ലാവരും വീഡിയോ എടുത്ത് നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഓട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറാൻ നോക്കിയപ്പോൾ അതിൽ വെയിറ്റിംഗ് ആണ്, വേറെ ആളുണ്ട് പറഞ്ഞു. അങ്ങനെ വേറെ ഓട്ടോ പിന്നെ എൻ്റെ അനിയൻ വിളിച്ച് കൊണ്ടുവന്ന് പിന്നെ നമ്മളതിൽ കയറി. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയൊക്കെ സെറ്റായി. നമ്മൾ ഓട്ടോറിക്ഷയിൽ പാട്ടൊക്കെ പാടി സെറ്റായിട്ടാണ് പോകുന്നത് ഗൈസ്. അടിപൊളി വൈബേനാണ്. എന്താ വെച്ചാൽ കസിൻസുകളെ കൂടെ പോകുമ്പോൾ അടിപൊളിയാണ്. പിന്നെ അവിടെ എത്തിയപ്പോൾ ആണെങ്കിലോ ഒരുപാട് വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ് പ്രധാനപ്പെട്ട് വന്നത്. എന്താ വെച്ചാൽ അവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മളിപ്പോഴത്തെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ബീച്ച് കാണാത്ത ആൾക്കാർക്കൊക്കെ അടിപൊളിയാവും അവിടെയൊക്കെ വന്നാൽ, ഒരു അത്ഭുതം പോലെ ഗൈസ്. അങ്ങനെ നമ്മൾ വീഡിയോ ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഇന്ന് കുറേ മൊയിന്ത് കടയൊക്കെ അവിടെ നിന്ന് കളിച്ചെങ്കിലും അനിയനൊക്കെ അടിപൊളിയായിട്ട് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് മുന്നോട്ടേക്ക് വന്നു കേട്ടോ ഗൈസ്. എന്നുവെച്ചാൽ അവിടെ ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നുള്ളതിൽ വന്നപ്പോൾ അനിയന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കണം കേട്ടോ ഗൈസ് അവിടെ. പിന്നെ നമ്മൾ ചൊരിയൊക്കെ വാങ്ങി. അന്ന് ഒരു 6:30 ടൈം ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഫിൽറ്ററിൻ്റെ പവർ ആയതുകൊണ്ടാണ് പിന്നെ മുഖമൊക്കെ നല്ലപോലെ കാണുന്നത് കേട്ടോ ഗൈസ്. അങ്ങനെ ചെറിൻഡേയ്സൊക്കെ കഴിച്ചു. ഒരുപാട് നേരം അവിടെ ഇരുന്നു സംസാരിച്ചു. അങ്ങനെ ചെറിൻഡേയ്സൊക്കെ കുടിച്ച് ക്ലാസ്സൊക്കെ മാറ്റി. എന്താ വെച്ചാൽ നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിൻഡേയ്സിന്. പിന്നെ അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ചെറിൻഡേയ്സിന്. ബീച്ചിൽ പോയിട്ടും ഇത്ര ടേസ്റ്റുള്ള ചെറിൻഡേയ്സ് തിന്നിട്ടില്ലാണ്. നല്ല അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ റീൽസ് ഒരുപാട് വീഡിയോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ രണ്ടാളും അടിപൊളി റീലൊക്കെ ആക്കി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ നമ്മൾ പോസ്റ്റ് ആക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ മോഡലൊക്കെ ഉണ്ടായി. ഗ്ലാസ്സൊക്കെ വനിയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇടാൻ തുടങ്ങി. എന്താ പറയുക, അടിപൊളി വൈബേനാണ്, അടിപൊളിയേനും. അതുപോലെ തന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മളാണവിടെ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി നമ്മളെ കുടുംബത്തിൽ പിന്നെ അതുപോലെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വന്നതല്ലേ. അപ്പോൾ ഒരുപാട് ഫോട്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഇതിലാണ് വന്നത്. ഇതാണ് മനോഹരമായിട്ടുള്ള നമ്മളുടെ കടലുണ്ടി പാലം. പാലൊക്കെ അടിപൊളിയാണ്. അതുപോലെ അവിടെ ഏതൊരു ബൈക്ക് കണ്ടപ്പോൾ എൻ്റെ അനിയൻ്റെ പിക്കൊക്കെ എടുത്തിരുന്നത് അവിടെ. അതുപോലെ ഉപ്പിലിട്ട മാങ്ങ എല്ലാ സാധനവും അവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. അവിടെ നിന്ന് വരാനേ തോന്നില്ല, അത്രയ്ക്കും ഒരുപാടുണ്ട്. അടിപൊളി ടേസ്റ്റും കാര്യം. അവിടെ നിന്ന് നേരെ നമ്മളുടെ ചാലിയം ബീച്ചിലെത്തിയിട്ടോ ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ വീഡിയോ എടുക്കാനായിട്ട് വന്നതാട്ടോ ഗൈസ്. കാണാത്ത സ്ഥലം നല്ല അടിപൊളി. ഈ ടൈമിലൊക്കെ ഒരു 6:30 മണി ടൈമിലൊക്കെ അടിപൊളിയാണ് അവിടെ. അങ്ങനെ നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല അടിപൊളി സെറ്റായിട്ടുള്ള വീഡിയോ എടുത്തു കേട്ടോ. അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് ഒരുപാട് അവിടെ നിന്ന് നടക്കാൻ ഒരുപാടുണ്ട് കേട്ടോ. ബീച്ചൊക്കെ കാണുന്ന ആൾക്കാരാണ്, ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ എന്തായാലും വരണം. നമ്മളെ ചാലിയം ബീച്ചിലാണ് കേട്ടോ ഗൈസ് ഇത്. ഇവിടുന്ന് നേരെ കാണാൻ പറ്റുന്ന നമ്മുടെ ബേപ്പൂര് ഭാഗമാണ് കേട്ടോ. അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനിയും ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ വരും. എല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം. അതുപോലെ ബൈ.